ബുദ്ധജൈനരുടെ ആദിമ ദേവതകളായിരുന്ന യക്ഷിണികൾ പിന്നീട് രൂപാന്തരം പ്രാപിച്ചെന്ന് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ കുടികൊള്ളുന്നുണ്ട്. യക്ഷിണികളാണ് എന്നുള്ള കാര്യം പലപ്പോഴും അത് അറിയില്ല. ഇവർ സാത്വികരായിട്ടുള്ള ബുദ്ധജൈന മതങ്ങൾ സാത്വിക രൂപത്തിലാണ് ആഘോഷിക്കപ്പെട്ടിരുന്നത്. ഈ യക്ഷിണികൾ പിന്നീട് ദുർഗ തുടങ്ങിയ സങ്കല്പത്തിലേക്ക് കടന്നപ്പോൾ അതിന് രൗദ്രഭാവം വരികയുണ്ടായി. പിന്നീട് ഹൈന്ദവതയിലെ തന്നെ വലിയൊരു വിഭാഗത്തിന് ഈ ബുദ്ധജൈന മതങ്ങൾ അത്ര പഥ്യമല്ലാത്തതുകൊണ്ട് അവർ രൂപാന്തരപ്പെടുത്തിയ ചില കഥകൾ മാത്രമായിരിക്കാം ഇന്ന് നിലവിൽ യക്ഷി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഏതായാലും യക്ഷി എന്ന സിനിമയിൽ സത്യൻ നായകനായിട്ട് ഈ സിനിമയിൽ അഭിനയത്തോടെയാണ് അത്ഭുത സിദ്ധികളുള്ള നടൻ എന്ന് സത്യനെ നിരൂപകർ വാഴ്ത്തിയത്. യക്ഷി എന്ന സങ്കല്പത്തിൽ ഗവേഷണം നടത്തുന്ന ഒരു ഗവേഷകനാണിതിൽ സത്യൻ അഭിനയിക്കുന്ന കഥാപാത്രം. ഈ കഥാപാത്രം പെട്ടെന്ന് ഒരു ടെസ്റ്റ് ട്യൂബ് പൊട്ടിത്തെറിച്ച് മുഖം വികൃതമാകുന്നു. അതോടെ അയാളുടെ കാമുകി അയാളെ വിട്ടുപോകുന്നു. അയാൾക്ക് ലൈംഗികമായിട്ടുള്ള ദുർബലതയും ഉണ്ടാകുന്നു. ആ സാഹചര്യത്തിൽ അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു മഴയുള്ള രാത്രി കടന്നു വന്ന ഒരു പെൺകുട്ടിയിൽ ഇയാൾ യക്ഷിയെ കാണാൻ തുടങ്ങുകയാണ്. അതൊക്കെ യാദൃശ്ചികങ്ങളായിരുന്നു. അവൾ കടന്നു വന്നപ്പോൾ മഴയുള്ള രാത്രിയിൽ അവൾ കടന്നു വന്നപ്പോൾ പാല പൂത്തിരുന്നു. പിന്നീട് അവൾ വിവാഹം കഴിക്കുകയും ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഇയാൾക്ക് ലൈംഗിക ദൗർബല്യം അനുഭവിക്കുന്നു. അപ്പോൾ യക്ഷിയെക്കുറിച്ചൊരു സങ്കല്പമാണ്. യക്ഷിയോടൊത്ത് ആർക്കും ഒരു പുരുഷനും അങ്ങനെ യക്ഷിയെ സംതൃപ്തിപ്പെടുത്താൻ കഴിയില്ല, പുരുഷൻ ദുർബലനായിത്തീരുന്നുള്ള സങ്കല്പമാണ്. അവർ ഒരുപാട് യാദൃശ്ചികകൾ കൂടിച്ചേർന്ന് അവൾ യക്ഷി തന്നെയാണെന്നും തൻ്റെ കഴിവില്ലായ്മകളെ അവളിൽ ആരോപിക്കുകയും അവൾ യക്ഷിയായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ആലോചിക്കുകയും അവളെ കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത്. ഇത് മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ മുഖം എന്ന പേരിലാണ് അദ്ദേഹം ഈ നോവൽ എഴുതിയത്. യക്ഷി എന്ന നോവലിൻ്റെ ഒരു സിനിമ അഭ്രകാവ്യമാണ്. അതിമനോഹരമായിട്ടുള്ള സിനിമയാണ്. ഈ കൃതിയുടെ ആദ്യം മലയാറ്റൂർ ഇട്ട പേര് മുഖം എന്നായിരുന്നു. ഒരിക്കൽ അവിടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് കടന്നു ചെന്ന വയലാർ രാമവർമ്മ ഈ നോവലെടുത്ത് വായിക്കുകയും അദ്ദേഹം ആ മുഖം എന്നുള്ള പേര് വെട്ടി യക്ഷി എന്ന പേരാക്കി തീർക്കുകയും ചെയ്തു. മലയാളത്തിലെ ഒരു നല്ല ക്ലാസിക്കാണ് ഈ സിനിമ. അഭിനയം പഠിക്കുന്ന ആരും ഈ സിനിമ കാണേണ്ടതാണ്. നിങ്ങൾക്ക് ചില സമകാലിക നടന്മാരുള്ള അന്ധമായ ആരാധന മാറ്റിവെച്ച് പരിശോധിച്ചാൽ ഇതൊരു പാഠശാലയാണ്, അഭിനയത്തിൻ്റെ പാഠശാലയാണ് ഈ സത്യൻ അഭിനയിച്ച ഇതിലത്തെ ശാസ്ത്രജ്ഞൻ്റെ റോൾ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമസ്കാരം.